ഹലോ, അപ്പോൾ ഞങ്ങൾ റിയാദിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. പോകുന്നത് ബോളിവാഡ് സിറ്റിയിലേക്കാണ് കേട്ടോ. ലിയമോള് ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 1 hour ദൂരമുണ്ട്. അപ്പോൾ നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തി തുടങ്ങി. ഇങ്ങനെ ഇതായി ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അത്യാവശ്യം നല്ല നടക്കാനുണ്ട് കേട്ടോ. പാർക്കിംഗ് കഴിഞ്ഞിട്ട് ഒരുപാട് എൻട്രൻസിലേക്ക് ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങൾ പോയത് രാത്രി ഒരു 9:30-10 ആ ഒരു ടൈമായിരുന്നു. ആ ഒരു സമയമായതുകൊണ്ടും പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തി തുടങ്ങി. ബൈജുൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഞാനും മോളും അങ്ങനെ ഞങ്ങൾ 5 ആളും കൂടിയാണ് പോയത് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇനി ഉള്ളിൽ കയറിയിട്ടുള്ള വെർപ്പിക്കൽസ് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഫസ്റ്റ് വ്യൂ. എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഉള്ളതാണ് ഈ ഒരു ടവർ. അവിടെ നിന്ന് മോള് കുറേ ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തതായി തന്നെ ഞാൻ ഫ്രെയിമിലേക്ക് കയറി ഞാൻ കുറച്ച് ഷോ കാണിക്കാൻ മോളോട് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഷോ ഇറക്കി. അങ്ങനെ ഞങ്ങൾ നടത്താൻ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് നടക്കാനും ഒരുപാട് കാണാനുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു പ്ലോട്ട് ഏകദേശം 270 ഏക്കറുണ്ട്. അത് ഫുള്ള് നടന്ന് കാണാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കും ഡൗട്ടാണ്. എന്തായാലും പോയി നോക്കാം. അതിനിടയിൽ ഞാനത് അവിടെ ഒരു ബേബി ഡോളിനെ കണ്ടു. എനിക്ക് നല്ല ഇഷ്ടമായി അതിന്. അങ്ങനെ ഞങ്ങൾ മൂവരും ഒറ്റ ഫ്രെയിമിലെത്തി. ഞങ്ങൾ നടത്തം ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട് കേട്ടോ. ഒത്തിരി നടക്കാനുണ്ട്. നമ്മൾ പോയ വഴിയാവില്ല ചിലപ്പോൾ തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരുപാട് നടന്ന് കാണാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവിടെ സ്റ്റാർട്ടിങ് ടൈം 4 PM ആണ് കേട്ടോ. പിന്നെ മോർണിംഗ് വരെ ഉണ്ടാവും. Strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. പിന്നെ അവിടെ ഒരുപാട് ഗെയിമിംഗ് സെക്ഷൻസ് കണ്ടു കേട്ടോ. ബോൾ എറിഞ്ഞിട്ട് ആ ഗ്ലാസ്സൊക്കെ വീഴ്ത്തണം. അപ്പോൾ അത് ശരിയായാലും നമുക്ക് ആ ബൊമ്മയൊക്കെ തരുമോ. അങ്ങനെ കുറച്ചുകൂടെ നടന്നു പോയപ്പോഴാണ് ലിയമോൾക്ക് പറ്റിയൊരു സ്പോട്ട് കണ്ടത്. പ്ലേ ലാൻഡ്, കുട്ടികൾക്ക് പറ്റുന്ന ഏരിയയാണ്. അത് കണ്ടപ്പോഴേ അങ്ങോട്ട് പോവല്ലേ പപ്പ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞങ്ങളത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ ഒരു സംഭവം കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സ്പീഡായിരുന്നു. അതുകൊണ്ട് മോളതിൽ കയറ്റിയില്ല. ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഒരു സ്പോട്ട്. അപ്പോൾ അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അയാൾ പേരൊക്കെ ചോദിച്ച് നല്ല നൈസായിട്ട് നല്ലോണം കളിപ്പിച്ച് ലാസ്റ്റ് അവൾക്ക് ഐസ്ക്രീം കൊടുത്തു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലാസ്റ്റ് കൈ കിട്ടിയതിന് സന്തോഷം ഉണ്ടായിരുന്നു.
പിന്നെ നേരെ പോയത് ഒരു വാട്ടർ ഡാൻസ് ഉള്ളൊരു ഏരിയയിലാണ്. അത് കുറച്ച് ലോങ് ആയതുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നു. പിന്നെ ഈ ഒരു വാട്ടർ ഡാൻസ് സൂപ്പറായിരുന്നു. കുറച്ചധികം നേരം ഉണ്ടായിരുന്നു കേട്ടോ ഇതവിടെ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. വീണ്ടും നടന്ന് അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടും നിന്നിട്ടില്ലാത്ത യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ കുറച്ച് ദൂരം നടന്നപ്പോൾ അവിടെ ബോളിവാഡ് സിറ്റി എന്ന് എഴുതിയൊരു ഇത് കണ്ടു. വൈജനെ കാണിച്ചു തന്നാൽ അതിൻ്റെ ക്യാമറയിൽ പെട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഇതാ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലാണ് എത്തിയത്. ഇത് പുറത്തുനിന്ന് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ടക്കിണ്ടെന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടാണ്. ഇതെന്താണ് ഉള്ളിലേന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബൈജാൻ്റെ അടുത്ത് ഫോൺ കൊടുത്ത് ഞാൻ ഫ്രെയിമിലോട്ട് കയറി. അപ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് എന്താണ് അവിടെ നിന്ന് നോക്കിയിട്ട് വരാം. പിന്നെ അവിടെ നിന്ന് കുറേ ഷോ ഒക്കെ കാണിച്ചു. ക്യാമറ കണ്ട പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. സോറി ഗൈസ്, ഉള്ളിൽ പോയപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിൻ്റെ ഉള്ളിൽ ഗെയിമിംഗ് സെക്ഷനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നതാ പുറത്തുള്ള കാഴ്ച ഒന്നും കൂടെ കണ്ടു. ഈ ഒരു ഏരിയ ഗെയിംസിൻ്റേതായിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഏരിയ ഒന്ന് വേഗം സ്കൂട്ടായിട്ടു. കുട്ടികളെ പറ്റിക്കുന്ന ഏരിയ ആയത് കാരണം ഞങ്ങളൊന്ന് വേഗം സ്കൂട്ടായി. അങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണിതാ മുകളിലൊരു പാലത്തിൻ്റെ മുകളിൽ മിക്കി ഇങ്ങനെ ഹായ് ബൈ എല്ലാവർക്കും കൊടുക്കണം. അപ്പം മോൾ അങ്ങോട്ട് കാണിച്ചപ്പോൾ അത് തിരിച്ച് കാണിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ പോയപ്പോൾ അതാ അവിടെ ഒരു ഗ്ലോബ്. ഞങ്ങൾക്കിത് ലക്കിന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു പിക്ചർ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. ചന്ദ്രനെയാണ് ഞങ്ങൾക്ക് അപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഓരോ സ്മൈലിയും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ഒരു ലക്കാണ്. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പിക്ചറാട്ടോ വന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ കണ്ടു. ബാക്കി കുറേ കാര്യങ്ങൾ മിസ് ചെയ്തു. നടക്കാൻ വയ്യ, ഒരുപാട് നടന്നുകൊണ്ട്. വീഡിയോയിൽ കണ്ട അത്രയല്ല, ഇനി ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ പോണ വഴിക്കാണ് അവിടെ ഒരു ബാർബി ഹൗസ് കണ്ടത്. പക്ഷേ അത് ഓപ്പൺ അല്ല. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയി പിന്നെ വരാം. ടാറ്റാ.